Very good morning to all. Today we will discuss about management process. As a process, management refers to a series of interrelated functions. It is the process by which management creates, operates, and directs purposive organization through systematic, coordinated, and cooperated human efforts. According to George R. Terry, management is a distinct process consisting of planning, organizing, actuating, and controlling, performed to determine and accomplish the stated objective by the use of human beings and other resources. സോ ആസ് എ പ്രോസസ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് എന്നാണ് ഒരു പ്രോസസ്സ് എന്നുള്ള രീതിയിൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഫങ്ഷൻസ് എന്നാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ചില പ്രവർത്തികളുടെ എന്താണ് സീരീസ് അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് മാനേജ്മെൻറ്റ് ക്രിയേറ്റ്സ്. അതുകൊണ്ട് തന്നെ നമുക്കെന്ത് പറയാം, ഇറ്റ് ഈസ് എ പ്രോസസ് എന്നാണ്, അതൊരു പ്രോസസ്സാണ് എന്നാണ് ബൈ വിച്ച് മാനേജ്മെൻറ്റ് ക്രിയേറ്റ്സ്, ഓപ്പറേറ്റ്സ് ആൻഡ് ഡയറക്ട്സ് പർപ്പസീവ് ഓർഗനൈസേഷൻ എന്നാണ്. പർപ്പസീവ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി എന്ത് ചെയ്തിട്ടുള്ള ഫോം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു എയിമുള്ള ഓർഗനൈസേഷൻ എന്നാണ്. അപ്പം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രക്രിയയാണ്. എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഡയറക്റ്റ് പർപ്പസീവ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് പ്രവർത്തിക്കുന്ന, ഓപ്പറേറ്റ് ചെയ്യുന്ന, അതിനെ ഡയറക്റ്റ് ചെയ്യുന്ന, അതിനെ മുമ്പോട്ട് നയിക്കുന്ന എന്താണ്, ഒരു പ്രക്രിയയാണ്. ഏതിലൂടെയാണ് അത് നയിക്കുന്നത്? ത്രൂ സിസ്റ്റമാറ്റിക്, കോർഡിനേറ്റഡ് ആൻഡ് കോപ്പറേറ്റഡ് ഹ്യൂമൻ എഫേർട്സ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, കോർഡിനേറ്റഡ് ആയിട്ടുള്ള, അല്ല എന്താണ്, ഒരു സഹകരണത്തോടെ ആൻഡ് കോപ്പറേറ്റഡ് എന്താണ്, സഹകരണത്തോടെയും അതേപോലെ എന്താണ് നിയന്ത്രണത്തിൽ അധിഷ്ഠിതം, കോർഡിനേറ്റഡ് അല്ല എന്താണ്, ഒരു കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഹ്യൂമൻ എഫേർട്സിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ എഫേർട്സിനാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന, ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന, ഡയറക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പർപ്പസീവ് ഓർഗനൈസേഷൻ്റെ എന്താണ് പ്രോസസ്സാണെന്ത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അക്കോർഡിംഗ് ടു ജോർജ് ആർ ടെറിയുടെ അഭിപ്രായത്തിൽ മാനേജ്മെൻറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ച്വേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്, performed to determine and accomplish the stated objective by the use of human beings and other resources. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. എന്താണ് അതിൽ അടങ്ങിയിട്ടുള്ളത്? പ്ലാനിങ്ങും, ഓർഗനൈസിങ്ങും, ആക്ച്വേറ്റിങ്ങും, കൺട്രോളിങ്ങും. ഓക്കെ, ഈ പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ച്വേറ്റിങ്, കൺട്രോളിങ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? പെർഫോംഡ് ടു ഡിറ്റർമിൻ ആൻഡ് അക്കംപ്ലിഷ് ദി സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് എന്നാണ്. അതായത് സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, രൂപം കൊണ്ടിട്ടുള്ളത്, ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഹ്യൂമൻ റിസോഴ്സസും ബാക്കിയുള്ള റിസോഴ്സസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള എന്താണ് ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്നാണ് ആര് പറയുന്നത്, ജോർജ് ആർ ടെറി പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് എന്താണ്, എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, പ്ലാനിങ്ങും, ഓർഗനൈസിങ്, ആക്ച്വേറ്റിംഗ്, കൺട്രോളിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുക, നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള, എങ്ങനെ ഏത് യൂസ് ചെയ്തുകൊണ്ട്, ഹ്യൂമൻ ബീയിങ്സിന്, അതായത് അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ യൂസ് ചെയ്തുകൊണ്ട്, അതേപോലെ ബാക്കിയുള്ള റിസോഴ്സുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാനുള്ള ഒരു എന്താണ് ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സ്, അതായത് പ്ലാനിങ്ങും, ഓർഗനൈസിങ്ങും, ആക്ച്വേറ്റിങ്ങും, കൺട്രോളിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്നാണ് ആര് പറയുന്നത്, ജോർജ് ആർ ടെറി പറയുന്നത്. നോക്കുക, സോ ആസ് എ പ്രോസസ് മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് ആസ്പെക്ട്സിൽ എന്താണ്, ചില ആസ്പെക്ട്സുകളുണ്ട്. എന്താണ് നോക്കാം, സോഷ്യൽ പ്രോസസ്സാണ്, ഇൻ്റഗ്രേറ്റീവ് പ്രോസസ്, കണ്ടിന്യൂസ് പ്രോസസ്, യൂണിവേഴ്സൽ ആൻഡ് ഇറ്ററേറ്റീവ്, കോമ്പോസിറ്റ്. ഇത്രയുമാണ് അതിൻ്റെ എന്താണ് ഒരു ഫീച്ചർ അല്ലെങ്കിൽ എന്താണ് ആസ്പെക്റ്റ് ഓഫ് എന്താണ് മാനേജ്മെൻറ്റ് ആസ് എ പ്രോസസ്. അപ്പോൾ നോക്കാം, മാനേജ്മെൻറ്റ് ആൻഡ് ദ സോഷ്യൽ പ്രോസസ്. It is appropriate to say management is a social process because it does not only involve the control and use of financial resources alone. എന്നാണ്. അപ്പം നമുക്ക് എന്ത് പറയാം, മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ പ്രോസസ്സാണ് എന്ന് പറയാനുള്ളൊരു കാരണം എന്താണ്, അതായത് മാനേജ്മെൻറ്റിൽ എന്ത് മാത്രമല്ല അടങ്ങിയിട്ടുള്ളത്, ഈ ഫിനാൻഷ്യൽ റിസോഴ്സസ് മാത്രമല്ല അടങ്ങിയിട്ടുള്ളത്.
സോ ഹ്യൂമൻ റിസോഴ്സ് ആർ ആൾസോ റെലവൻറ്റ് ഫോർ ആൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ടാർഗറ്റഡ് ഗോൾ. എന്താണ് ഒരു ഓർഗനൈസേഷന് അതിൻ്റെ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗോൾ നേടിയെടുക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദെർഫോർ ദ വെൽ ബീയിങ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ദ പീപ്പിൾ ഓർ എംപ്ലോയീസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ഈസ് ഓഫ് എന്താണ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ടു. എന്താണ് അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ആളുടെ അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ പീസ് ഓഫ് മൈൻഡ് എങ്ങനെ സ്റ്റേറ്റ് ഓഫ് മൈൻഡും അതേപോലെ തന്നെ എന്താണ് അവരുടെ വെൽബീയിങ്, അതായത് അവരുടെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിൻ്റെ എന്താണ് നല്ല അവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് എ റിസൾട്ട് അതിൻ്റെ ഫലമായി മാനേജ്മെൻറ്റ് ബീയിങ് സോഷ്യൽ പ്രോസസ് സീക്സ് ടു ഡെവലപ്പ് എ കംഫർട്ടബിൾ വർക്ക് എൻവയോൺമെൻറ്റ് ദാറ്റ് പ്രൊമോട്ട്സ് ഹെൽത്തി റിലേഷൻഷിപ്പ് എമംഗ് ദ എംപ്ലോയീസ് വിത്തിൻ ദ ഫേം. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വെൽബീയിങ് നല്ലതായതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എപ്പോഴും എന്താണ് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ എന്തായിരിക്കും ശ്രദ്ധാലുവായിരിക്കും. നല്ല എന്താണ് ഓർഗനൈസേഷനുള്ള ആളുകളുമായിട്ട് നല്ല റിലേഷൻസും അതേപോലെ എന്താണ് വിത്തിൻ ദി ഓർഗനൈസേഷൻ ഓർ വിത്തിൻ ദി എംപ്ലോയീസ് അവർ തമ്മിലുള്ള എന്താണ് ഉള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് നല്ല രീതിയിലാക്കുവാൻ വേണ്ടിയിട്ടും അതേപോലെ മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിലാക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും ശ്രമങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കെന്ത് പറയാം, മാനേജ്മെൻറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയാം. ആൻഡ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് പ്രോസസ്സ്. So management also involves the integrating process whereby human resources work together in harmony to achieve the firm's objective. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇൻ്റഗ്രേറ്റിംഗ് കൂട്ടി യോജിപ്പിക്കുകയാണ് എന്തിനൊക്കെ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എന്താണ് ഇൻ ഹാർമണി ടു അച്ചീവ് ദ ഫേംസ് ഒബ്ജക്റ്റീവ്. അതായത് ഓർഗനൈസേഷനിലുള്ള ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഏതിൽ നടക്കുന്നത്, മാനേജ്മെൻറ്റിൽ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. അല്ലെ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ് ആൾസോ ഡീൽസ് വിത്ത് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ബോത്ത് ഹ്യൂമൻ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് ആൾസോ മേക്കിംഗ് ഷുവർ ദാറ്റ് ബോത്ത് ഫാക്ടേഴ്സ് ആർ പുട്ട് ഗുഡ് യൂസ് so the firm can achieve the targeted goal. എന്താണ് ഇറ്റ് ആൾസോ ഡീൽസ് വിത്ത് ഇൻ്റഗ്രേഷൻ ഓഫ് ബോത്ത്. എന്താണ് ഇത് നമുക്ക് എന്ത് പറയാം, അതേപോലെ ഹ്യൂമൻ റിസോഴ്സസും അതേപോലെ എന്തും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ റിസോഴ്സസും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആൾസോ മേക്ക് ഷുവർ ദാറ്റ് എന്താണ് ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതി, അതായത് ഹ്യൂമൻ റിസോഴ്സസും ഫിനാൻഷ്യൽ റിസോഴ്സസും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് എന്ത് ചെയ്യാൻ മോണിറ്റർ ചെയ്യുവാനും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് പ്രോസസ്സ് എന്നുള്ള രീതിയിൽ അതിനെ എന്ത് ചെയ്യുന്നുണ്ട് മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക, മാനേജ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ടോ ദ ഓർഗനൈസേഷൻ ഹാസ് അച്ചീവ്ഡ് ഇറ്റ്സ് ഗോൾ ഓർ നോട്ട് എന്നുള്ളത് നമുക്ക് ഇതൊന്ന് കാണാൻ പറ്റും. റിസൾട്ട് എന്താണ് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടോ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണുവാൻ സാധിക്കും. മാനേജ്മെൻറ്റ് ആൻഡ് നെവർ എൻഡിങ് പ്രോസസ് ഓർ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. എന്താണ് നോക്കുക, മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് വിൽ നെവർ എൻഡ്സ് ആസ് ലോങ് ആസ് ദ ഓർഗനൈസേഷൻ റിമൈൻസ്. എന്താണ് ആ ഓർഗനൈസേഷൻ ഉള്ളിടത്തോളം കാലം എന്തുണ്ടാവും, മാനേജ്മെൻറ്റ് ഉണ്ടാകും. ദർ വിൽ ആൾവേസ് ബി പ്രോജക്ട്സ്, ഗോൾസ് ആൻഡ് ചാലഞ്ചസ്. മാനേജേഴ്സ് വുഡ് പുഷ് ദംസെൽഫ് ടു സോൾവ് സം പോയിൻ്റ് ഇൻ ടൈം. എന്താണ് അവിടെ ഉണ്ടാവും ഒരു പ്രോജക്റ്റുകൾ ഉണ്ടാവും, ഗോൾസ് ഉണ്ടാവും, ചാലഞ്ചുകൾ ഉണ്ടാവും, അല്ലേ? ഇതൊക്കെ എന്തുണ്ടാവും, മാനേജേഴ്സ് വുഡ് പുഷ് ദംസെൽഫ് ടു സോൾവ് സം പോയിൻ്റ് ഇൻ ടൈമിൽ എന്താണ് ഇതൊക്കെ എന്താണ് മാനേജേഴ്സ്ക്ക് ഓരോ സമയങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും, സോൾവ് ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ദാറ്റ് വിൽ നെവർ കം ടു എൻ എൻഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് ഓർഗനൈസേഷൻ ഉള്ളിടത്തോളം കാലം എന്തുണ്ടാവും, മാനേജ്മെൻറ്റും ഉണ്ടാവും. Universal process. So management is a universal phenomenon in the sense that it is a common and essential elements in all enterprise. എന്താണ് നമുക്കെന്ത് പറയാം, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് എല്ലായിടത്തും എന്താണ് കോമൺ ആണ്. എന്താണ് എല്ലാ ഓർഗനൈസേഷനിലും ഉള്ള ഒരു കോമൺ എലമെൻ്റ് എന്നുള്ള രീതിയിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു യൂണിവേഴ്സൽ ഫിനോമിനാണ്, അല്ലെങ്കിൽ ആഗോളതലത്തിലുള്ള എന്താണ് ഒരു വേൾഡ് അക്ലെയിം ഓർ വേൾഡ് ആക്സെപ്റ്റഡ് ഫിനോമിനോണാണ് എന്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ എവരി ഗ്രൂപ്പ് എഫേർട്ട് റിക്വയർ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്, മേക്കിംഗ് പ്ലാൻസ്, ഹാൻഡ്ലിംഗ് പീപ്പിൾ, കോർഡിനേറ്റിംഗ്
and controlling activities, achieving goals and evaluating the performance directed towards organizational goals. അപ്പം ഏതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലും എന്തൊക്കെ ഉണ്ടാവും? ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ഉണ്ടാവും, പ്ലാനുകൾ ഉണ്ടാവും, ആളുകളെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും, ഒരു കോർഡിനേഷൻ വേണ്ടി വരും അല്ലേ, ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യേണ്ടി വരും അല്ലേ, നമ്മളൊരു ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്തോ നോക്കണം, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഇവിടെയുള്ളത്, മാനേജ്മെൻറ്റിലുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉള്ള അല്ലെങ്കിൽ ഗ്രൂപ്പ് എഫേർട്ടുള്ള എവിടെ എന്നുള്ള മാനേജ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. അതാണ് യൂണിവേഴ്സൽ പ്രോസസ്സ് എന്ന് പറയാനുള്ള കാരണം. അടുത്താണ് ഇറ്ററേറ്റീവ്. The iteration is the essence of flexible system management, and it is process by which the same set of steps is repeated with the improvement over the previous cycle. ഇറ്ററേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അതായത് റിപ്പീറ്റേറ്റീവ് നേച്ചറാണ്. ഇപ്പം പല സമയങ്ങളിലും എന്താണ് ചില ഫങ്ഷൻസ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇപ്പം ശ്രദ്ധിച്ചാൽ എന്താണ്, അപ്പം ഓരോ വർഷം കഴിയും തോറും അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. കാരണം എന്താണ്, ഓരോ വർഷം ഓരോ എക്സ്പീരിയൻസ് കിട്ടും, അതിൻ്റെ റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഇമ്പ്രൂവ്മെൻറ്റുകളൊക്കെ എന്ത് ചെയ്യും? വരുത്തും. അപ്പോൾ അങ്ങനെ വരുത്തുന്ന എന്താണ്, പ്രീവിയസ് വേർഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ഡേറ്റ് ചെയ്യില്ലേ. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന വേർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്ററേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന അതേ പ്രവൃത്തി വീണ്ടും എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്തിട്ട് പക്ഷേ എന്താണ് അതിൽ എന്തുണ്ടാവും? അപ്ഡേഷൻ ഉണ്ടാവും. അതായത് എന്താണ്, കഴിഞ്ഞ പ്രീവിയസ് പാർട്ടിൽ നിന്നും എന്തുണ്ടാവും? ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്താണ് ഇറ്ററേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്ററേറ്റീവ് ആണ്. കാരണം എന്താണ്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെയിം എന്താണ് റിപ്പീറ്റേറ്റീവ് നേച്ചറായിട്ടുള്ള ആക്ഷൻസ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരേപോലെയുള്ള എല്ലാ സ്ഥലത്തും പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ് ഉണ്ട്, എല്ലാ വർഷവും എന്തുണ്ട്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ് ഒക്കെ ഉണ്ട് അല്ലേ. ഇതൊക്കെ എന്താ ചെയ്യുന്നത്? ഓരോ വർഷവും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണ്. പക്ഷേ എന്താണ്, ആ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ പോരായ്മകളെ മാറ്റിയിട്ട് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്തിലുണ്ടാവും? ആ പ്രോസസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനേജ്മെൻറ്റിന് ഇറ്ററേറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. In composite, management is a composite process. Management consists of series of functions which must be performed in a proper sequence. So these functions are not independent of each other. എന്താണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? എന്താണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് ഫങ്ഷൻസ്. എന്താണ്, ഒരു പ്രോപ്പർ സീക്വൻസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? പെർഫോം ചെയ്യേണ്ട കുറച്ച് ഫങ്ഷൻസ് ആണ് എന്തിൽ ഉൾപ്പെടുന്നത്? മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്നത്. ദീസ് ഫങ്ഷൻസ് ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. ഇല്ല, അതെന്തല്ല, ഓരോ ഫങ്ഷൻസും എന്തല്ല ഇൻഡിപെൻഡൻ്റ് അല്ല, സ്വയം ഒരു. കാരണം എന്താണ്, ഒന്നിൻ്റെ സീക്വൻഷ്യലാണ് പ്ലാനിങ്, കഴിഞ്ഞിട്ട് ഓർഗനൈസിങ്, അത് കഴിഞ്ഞിട്ട് എന്താണ് സ്റ്റാഫിങ്, പിന്നെ ഡയറക്റ്റിങ് അല്ലേ. അപ്പോൾ ഒരു ഓർഗനൈസിങ്ങിന് എന്താണ്, ഒരു സീക്വൻഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു സീക്വൻഷ്യൽ സ്റ്റെപ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ മാനേജ്മെൻറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? അടങ്ങിയിട്ടുണ്ട്. സോ ആസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ആർ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. എന്താണ്, ഇതാണ് ഒരു ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുമ്പം. അതിലുള്ള പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ത്? പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും കൺട്രോളിങ്ങും. സോ ഓർഗനൈസിങ് കനോട്ട് ബി ഡൺ വിത്തൗട്ട് എ ഡൂയിങ് പ്ലാനിങ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓർഗനൈസേഷൻ എങ്ങനെ ചെയ്യാം? പ്ലാൻ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ എന്താണ്, ഡയറക്റ്റിംഗ് ഫങ്ഷൻ കനോട്ട് ബി എക്സിക്യൂട്ടഡ് വിത്തൗട്ട് സ്റ്റാഫിങ് അല്ലേ. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ടു എന്താണ് പീപ്പിളാണ്. അപ്പം സ്റ്റാഫിങ്, അതായത് ആളുകളില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ നടത്താൻ പറ്റില്ല? ഡയറക്റ്റിംഗ് നടത്താൻ പറ്റില്ല. And the planning, and it is difficult to control the activities of employees without knowing the plan. എന്താണ്, അതുപോലെ പ്ലാനിങ് ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ് പ്ലാൻ എന്നറിയാതെ നമുക്ക് ആളുകളോട് നമുക്ക് എന്താ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുക? നമുക്ക് എന്ത് കാര്യമാണ് ഓർഗനൈസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇതെല്ലാം എന്താണ്, ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സോ ഓൾ ദ ഫങ്ഷൻസ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ്. എന്താണ്, all the functions interdependent on each other. That is why management is considered as a composite process of all these functions. എന്താണ്, അപ്പോൾ ഇവിടെ എന്താണ്, എല്ലാ ഫങ്ഷനും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് പ്രോസസ്സാണ്. ഈ പറയുന്ന ഫങ്ഷൻസിൻ്റെ എല്ലാം ഒരു കൂട്ടായിട്ടുള്ള കോമ്പോസിറ്റ് ആയിട്ടുള്ള എന്താണ്, ഒരു പ്രവർത്തനമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയാനുള്ള കാരണം. And if you have any queries or doubts regarding the session, you can ask.